കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. 10ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാവർക്കും 35 വയസ്സോളം പ്രായമായി. പലരും പല വഴിക്കായി. ജോലിയും കുടുംബവുമൊക്കെയായി എല്ലാവരും അവരവരുടേതായ തിരക്കുകളിലാണ്. സുരാജാണ് ആദ്യം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അവൻ പഴയ കൂട്ടുകാരുടെ നമ്പറുകൾ പലയിടത്തു നിന്നായി സംഘടിപ്പിച്ചു. കിട്ടിയവരെയെല്ലാം അവൻ ഗ്രൂപ്പിൽ ചേർത്തു. ഗ്രൂപ്പിൽ സജീവമായ ചർച്ചകൾ നടന്നു. എല്ലാവർക്കും പരസ്പരം കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ഗെറ്റ് ടുഗദർ നടത്താമെന്ന് സുരാജ് തന്നെ നിർദ്ദേശിച്ചു. എല്ലാവരും അത് സമ്മതിച്ചു. അവർ പഠിച്ച സ്കൂളിൽ വെച്ച് തന്നെ ഒത്തുചേരാൻ തീരുമാനിച്ചു. ഞായറാഴ്ചയാണ് ദിവസം നിശ്ചയിച്ചത്. സുരാജ് സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് മുൻകൂർ അനുവാദം വാങ്ങി. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിലെത്തണം. അതായിരുന്നു പ്ലാൻ. ഗ്രൂപ്പിൽ 60 പേരുണ്ടായിരുന്നു. എല്ലാവരും വരുമെന്നും പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന തീയതി വന്നു. അന്ന് രാവിലെ മനു സ്കൂളിലെത്തി. അവൻ ചെല്ലുമ്പോൾ കുറച്ചു പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സമയം 11 മണിയായി. ആകെ വന്നത് 9 പേര് മാത്രമായിരുന്നു. മനു, സുരാജ്, അഭിലാഷ്, ജിത്തു, ബിനു, രാകേഷ്, ജിതിൻ, ശ്രീജിത്ത്, വിനയ്. ബാക്കി ആരും വന്നില്ല. വരുമെന്ന് പറഞ്ഞിരുന്ന പലർക്കും അവസാന നിമിഷം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വന്നവർക്ക് അത് ചെറിയ നിരാശയുണ്ടാക്കി. എങ്കിലും അവർ പഴയ ക്ലാസ് മുറികളിലൂടെ നടന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് സുരാജ് ഒരു കാര്യം പറഞ്ഞത്. നമുക്കെവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ? ഈ 9 പേര് മാത്രമായി ഒരു ട്രിപ്പ്. എല്ലാവർക്കും ആ ആശയം ഇഷ്ടപ്പെട്ടു. പിന്നെ എവിടേക്ക് പോകുമെന്നായി ചിന്ത. ഇടുക്കിയിലേക്ക് പോയാലോ? അവിടെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, ബിനു പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. മനുവിന് ഒരു ട്രാവലറുണ്ട്. അവൻ ടൂറിസ്റ്റോട്ടം പോകുന്ന ആളാണ്. തൻ്റെ വണ്ടിയിൽ പോകാമെന്ന് അവൻ പറഞ്ഞു. വണ്ടിയുടെ വാടക ആരും തരേണ്ടതില്ല, ഡീസൽ അടിച്ചാൽ മതി. താൻ തന്നെ ഡ്രൈവ് ചെയ്തു കൊള്ളാമെന്നും അവൻ പറഞ്ഞു. വലിയ വണ്ടിയായതിനാൽ എല്ലാവർക്കും സുഖമായി യാത്ര ചെയ്യാം. ഭക്ഷണത്തിൻ്റെ കാര്യം അഭിലാഷ് ഏറ്റെടുത്തു. അവന് സ്വന്തമായൊരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. 3 നേരത്തേക്കും വേണ്ട ഭക്ഷണവും വെള്ളവും ചെറുകടികളും താൻ സ്പോൺസർ ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. അക്കാര്യത്തിൽ വേറെ ആരും പൈസ മുടക്കേണ്ടതില്ല എന്ന് അവൻ കർശനമായി പറഞ്ഞു. അങ്ങനെ യാത്രയുടെ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ തീരുമാനിച്ചു. വരുന്ന വെള്ളിയാഴ്ച പുലർച്ചെ യാത്ര തുടങ്ങാം. ശനിയാഴ്ച രാത്രിയോടെ തിരികെ എത്താമെന്നും തീരുമാനിച്ചു. വ്യാഴാഴ്ച രാത്രി മനു വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഉറപ്പുവരുത്തുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. പരിചയമില്ലാത്ത ഒരു നമ്പറായിരുന്നു. അവൻ കോൾ എടുത്തു. മറുതലക്കിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. മനു അല്ലേ? അതെ, ആരാണ്? മനു ചോദിച്ചു. ഞാൻ ഹരിയാണ്. 10ാം ക്ലാസ്സിൽ നിന്റെ കൂടെ പഠിച്ചിരുന്ന ഹരി. മനുവിന് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അവൻ കുറച്ചു നേരം ആലോചിച്ചു. ഹരി. അവന് നേരിയ ഓർമ്മ വന്നു. ആ ഹരി, പറയൂ. നിന്റെ നമ്പർ ഗ്രൂപ്പിലില്ലായിരുന്നല്ലോ, മനു പറഞ്ഞു. ഇല്ല, ഞാൻ ഗ്രൂപ്പിലില്ല. ഞാൻ സുരാജിനെ വിളിച്ചിരുന്നു. അവനാണ് നിന്റെ നമ്പർ തന്നത്. നിങ്ങൾ നാളെ ഇടുക്കിയിലേക്ക് പോകുന്ന കാര്യം സുരാജ് പറഞ്ഞു. ഹരി വളരെ പതുക്കെയാണ് സംസാരിച്ചത്. അതെ ഹരി, ഞങ്ങൾ നാളെ രാവിലെ പോകും. നീ എന്താ ഗെറ്റ് ടുഗദറിന് വരാതിരുന്നത്? അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ ട്രിപ്പ് വരാൻ ആഗ്രഹമുണ്ട്. ഞാനും വന്നോട്ടെ? അവൻ ചോദിച്ചു. മനുവിന് സന്തോഷമായി. ഒരു പഴയ കൂട്ടുകാരൻ കൂടി വരികയാണല്ലോ. തീർച്ചയായും വരാം. ഞങ്ങൾ രാവിലെ 4 മണിക്കിറങ്ങും. നിനക്ക് എവിടെ നിന്നാണ് കയറാൻ പറ്റുക? ഞാനിപ്പോൾ ഉള്ളത് ടൗണിൽ നിന്ന് മാറി ഹൈവേക്കടുത്താണ്. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വണ്ടി കിട്ടില്ല. നിങ്ങൾ വരുമ്പോൾ എന്നെ അവിടെ നിന്ന് കയറ്റിയാൽ മതി. ഹരി ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ശരി, ഞങ്ങൾ 5 മണിയോടെ അവിടെ എത്തും. നീ അവിടെ നിന്നാൽ മതി. മനു കോൾ കട്ട് ചെയ്തു. അവൻ സുരാജിനെ വിളിച്ച് ഹരി വരുന്ന കാര്യം പറഞ്ഞു. എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണി. മനു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവൻ ഓരോരുത്തരെയും അവരവരുടെ വീടുകളിനടുത്തുള്ള കവലകളിൽ നിന്ന് വണ്ടിയിൽ കയറ്റി. എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു. അഭിലാഷ് ഭക്ഷണ സാധനങ്ങളെല്ലാം വലിയ പാത്രങ്ങളിലാക്കി വണ്ടിയുടെ ഏറ്റവും പുറകിൽ വെച്ചു. വണ്ടി ഹൈവേയിലേക്ക് കയറി. പുലർച്ചെയായതിനാൽ റോഡിൽ വലിയ തിരക്കില്ലായിരുന്നു. റോഡിൻ്റെ ഇരുവശവും വലിയ മരങ്ങൾ നിന്നിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മുന്നിലെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി. 5 മണിയോടെ അവർ ഹരി പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ റോഡരികിൽ ഒരു പഴയ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായി ഹരി നിൽക്കുന്നുണ്ടായിരുന്നു. മനു വണ്ടി നിർത്തി. ഹരി ഡോർ തുറന്ന് വണ്ടിയിലേക്ക് കയറി. അവൻ ഇളം നീല നിറമുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ് ധരിച്ചിരുന്നത്. കൂടെ ഒരു കറുത്ത പാൻറ്റും. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഹരിയെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അവരത് മറച്ചു വയ്ക്കാതെ പ്രകടിപ്പിക്കുകയും ചെയ്തു.
ഹരി എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചു. ആരും ഹരിയെ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവനെക്കുറിച്ച് ആർക്കും യാതൊരു വിവരവുമില്ലായിരുന്നു. നീ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് സുരാജ് ചോദിച്ചു. താൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അവൻ മറുപടി പറഞ്ഞു. കൂടുതലൊന്നും അവൻ സംസാരിച്ചില്ല. അവൻ നേരെ പോയി വണ്ടിയുടെ ഏറ്റവും പിന്നിലെ സീറ്റിലിരുന്നു. സുരാജ് അവൻ്റെ കൂടെ ചെന്നിരുന്നു. മനു വണ്ടി മുന്നോട്ടെടുത്തു. അവർ ഇടുക്കി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിക്കുള്ളിൽ എല്ലാവരും ഓരോ വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. പഴയ സ്കൂൾ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഹരി മാത്രം അതിലൊന്നും ഇടപെട്ടില്ല. അവൻ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഏപ്രിൽ മാസമായിരുന്നു. സാധാരണ നല്ല ചൂടുള്ള സമയമാണ്. എങ്കിലും അവർ മലഞ്ചെരുവിലേക്ക് എത്തിയപ്പോൾ ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. ആദ്യം അത് ചെറിയ ചാറ്റൽ മഴയായിരുന്നു. പിന്നെ പതിയെ അത് കനത്ത മഴയായി മാറി. വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് മഴവെള്ളം ശക്തിയായി പതിച്ചുകൊണ്ടിരുന്നു. വൈപ്പറുകൾ അതിവേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. യാത്രക്കിടെ ചില വ്യൂ പോയിന്റുകളിൽ അവർ വണ്ടി നിർത്തി കാഴ്ചകൾ കണ്ടു. മഴയായതിനാൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. മനു കുടയും എടുത്തുപോയി വഴിയരികിലുണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് 100 രൂപയുടെ പ്ലാസ്റ്റിക് കവർ പോലെയുള്ള മഴക്കോട്ട് വാങ്ങി വന്നു. പച്ചയും നീലയും മഞ്ഞയും നിറത്തിലുള്ള മഴക്കോട്ടുകൾ. അതിട്ടാണ് അവർ ഓരോ സ്ഥലത്തും ഇറങ്ങിയത്. മഴ തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും കോട്ടുമിട്ട് മഴയത്ത് നടക്കുന്നത് എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വണ്ടി മനു പറ്റിയ ഒരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തി. കാറ്ററിംഗ് സർവീസ് നടത്തുന്ന അഭിലാഷ് തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. നല്ല ചിക്കൻ ബിരിയാണിയായിരുന്നു. മഴയായതുകൊണ്ട് എല്ലാവരും വണ്ടിക്കുള്ളിൽ തന്നെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. കൂട്ടത്തിൽ ഹരി വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. തനിക്കത്ര വിശപ്പില്ല എന്ന് അവൻ പറഞ്ഞു. വൈകുന്നേരം വരെ അവർ പലയിടത്തായി കറങ്ങി നടന്നു. സമയം 6:30 കഴിഞ്ഞു. ഇരുട്ടു വീണു തുടങ്ങി. മഴയ്ക്കാണെങ്കിൽ യാതൊരു ശമനവുമില്ല. കനത്ത മഴ കാരണം വിചാരിച്ചത്ര സ്ഥലങ്ങൾ അവർക്ക് സന്ദർശിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ ആർക്കും അതിൽ ഒട്ടും തന്നെ നിരാശയുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് തിരിച്ചു പോകാമെന്ന് മനു പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. വൈകുന്നേരം 7 മണിയോടെ അവർ നാട്ടിലേക്ക് തിരിച്ചു. മനു തന്നെയാണ് വണ്ടി ഓടിച്ചത്. ബാക്കിയുള്ള 8 പേരും ഹരിയും പിന്നിലെ സീറ്റുകളിലായിരുന്നു. ബിനു അവൻ്റെ ഫോൺ വണ്ടിയിലെ ബ്ലൂടൂത്ത് സ്പീക്കറുമായി കണക്ട് ചെയ്ത് ഉച്ചത്തിൽ പാട്ട് വെച്ചു. വണ്ടിക്കുള്ളിൽ പാട്ട് മുഴങ്ങി. പലരും സീറ്റുകളിലിരുന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ചിലർ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്തു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഹരി മാത്രം സീറ്റിൽ അനങ്ങാതെ ഇരുന്നു. വണ്ടി ഓടിക്കുന്ന മനുവിനെ ഒഴിച്ചാൽ പിന്നെ അവൻ മാത്രമാണ് ഡാൻസ് കളിക്കാതിരുന്നത്. അവൻ രാവിലത്തേതുപോലെ തന്നെ ജനലിലൂടെ പുറത്തേക്കും നോക്കിയിരുന്നു. പുറത്ത് കനത്ത മഴയായിരുന്നു. റോഡിൽ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടും വഴിവിളക്കുകളുമില്ല. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രം. മലമ്പാതയായതിനാൽ വളവുകൾ കൂടുതലായിരുന്നു. മനു വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത്. കുറേ നേരം കഴിഞ്ഞു. വണ്ടിക്കുള്ളിലെ പാട്ട് നിർത്തി. ഡാൻസ് ചെയ്ത് എല്ലാവരും തളർന്നിരുന്നു. കൂട്ടത്തിൽ പലരും നല്ല പോലെ മദ്യപിച്ചിരുന്നു. അതിൻ്റെ ആലസ്യത്തിൽ ഓരോരുത്തരായി ഉറങ്ങാൻ തുടങ്ങി. അവർ സീറ്റുകളിലേക്ക് ചാരിക്കിടന്നു. വണ്ടിക്കുള്ളിൽ നിശബ്ദത പടർന്നു. പുറത്തെ മഴയുടെ ശബ്ദവും വണ്ടിയുടെ എൻജിൻ ശബ്ദവും മാത്രം. മനു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശ്രദ്ധ മുഴുവൻ റോഡിൽ തന്നെയായിരുന്നു. പെട്ടെന്നാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പോൾ യാത്ര ചെയ്യുന്ന വഴി തനിക്കൊട്ടും പരിചയമില്ല. താൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ എവിടെയും ഡൈവേർഷനുകൾ എടുത്തിട്ടില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. മെയിൻ റോഡിലൂടെ തന്നെയാണ് ഇത്ര നേരവും വന്നത്. എന്നിട്ടും ഇപ്പോൾ വേറെ ഏതോ വഴിയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശവും വലിയ കാടാണ്. മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. വഴിവിളക്കുകളൊന്നുമില്ല. ആ സ്ഥലം ഏതാണെന്ന് അവന് ഒട്ടും പിടികിട്ടിയില്ല. അവൻ വണ്ടിയുടെ വേഗത കുറച്ച ശേഷം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഗൂഗിൾ മാപ്പ് തുറന്നു. ലൊക്കേഷൻ കാണിക്കുന്നില്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. റേഞ്ച് തീരെയില്ലായിരുന്നു. ഫോണിലെ സിഗ്നൽ കാണിക്കുന്ന ഭാഗത്ത് ഒരു ഗുണനചിഹ്നം മാത്രം കിടക്കുന്നു. അവൻ ഫോൺ തിരികെ പോക്കറ്റിലേക്കിട്ടു. പിന്നെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലാവരും നല്ല ഉറക്കമാണ്. പലരും പല രീതിയിൽ സീറ്റുകളിൽ കിടക്കുന്നു. ബിനു വായ തുറന്നു വെച്ചുറങ്ങുന്നുണ്ട്. വിനയ് തല സീറ്റിൽ ചാരി വെച്ചുറങ്ങുന്നു. ഒരാൾ പോലും ഉണർന്നിരിപ്പില്ല. മനു വീണ്ടും മുന്നിലേക്ക് നോക്കി. മുന്നിലെവിടെയെങ്കിലും മെയിൻ റോഡിലേക്ക് കയറാനുള്ള വഴി കാണുമെന്ന പ്രതീക്ഷയിൽ അവൻ വണ്ടിയുടെ ഗിയർ മാറ്റി. വേഗത അല്പം കൂട്ടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ വെറുതെ തൻ്റെ ഇടതു കൈയിലെ വാച്ചിലേക്ക് നോക്കി. അതിലെ സമയം കണ്ട് അവൻ സ്തംഭിച്ചുപോയി. സമയം 12:45. മനുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം 7 മണിക്കാണ് തങ്ങൾ ഇടുക്കിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഏറി വന്നാൽ 1.5 മണിക്കൂർ.
അതിൽ കൂടുതലായിട്ടില്ല. പരമാവധി 8:30 കാണും. പക്ഷേ വാച്ചിൽ കാണിക്കുന്നത് 12:45 എന്നാണ്. അവൻ്റേതൊരു കാസിയോ F91W വാച്ചായിരുന്നു. ആ വാച്ച് ഒരിക്കലും തെറ്റി സമയം കാണിക്കില്ല എന്ന് അവന് നന്നായി അറിയാം. അവൻ വീണ്ടും പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. അതിലും സമയം 12:45 എന്ന് തന്നെ കാണിച്ചു. മനുവിൻ്റെ ചിന്തകൾ നിലച്ചു. അവനറിയാതെ ആക്സിലേറ്ററിൽ നിന്നും കാലുയർത്തി. വണ്ടിയുടെ വേഗത കുറഞ്ഞു. സമയം എങ്ങനെ ഇത്ര വേഗത്തിൽ പോയി? അവൻ ചുറ്റും നോക്കി. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് യാതൊരു രൂപവുമില്ല. പെട്ടെന്നാണ് അവൻ ആ ശബ്ദം കേട്ടത്. പിന്നിലെ സീറ്റിൽ എവിടെ നിന്നോ ആരോ ഞരങ്ങുന്ന പോലത്തെ ഒരു ശബ്ദം. മനു ഞെട്ടി തിരിഞ്ഞു നോക്കി. വണ്ടിക്കുള്ളിലെ നേർത്ത വെളിച്ചത്തിൽ അവൻ എല്ലാവരെയും നോക്കി. എല്ലാവരും ഉറക്കത്തിലാണ്. ആരും അനങ്ങുന്നില്ല. പിന്നെ എവിടെ നിന്നുമാണ് ആ ശബ്ദം കേട്ടത് എന്ന് അവന് മനസ്സിലായില്ല. അവൻ വീണ്ടും മുന്നോട്ട് നോക്കി. വണ്ടിയുടെ വേഗത അല്പം കൂടി വർദ്ധിപ്പിച്ചു. അവൻ ഇടയ്ക്കിടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഏറ്റവും പിന്നിലെ സീറ്റിൽ സുരാജ് നീണ്ടു നിവർന്നു കിടക്കുന്നുണ്ട്. അവൻ്റെ തല ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു. പക്ഷെ ഹരിയെ അവിടെയെങ്ങും കാണാനില്ല. മനുവിന് അമ്പരപ്പായി. അവൻ വേഗത നല്ലപോലെ കുറച്ച് ഒന്നുകൂടി വണ്ടിക്കുള്ളിൽ ശ്രദ്ധിച്ചു നോക്കി. ഏറ്റവും പിന്നിലെ സീറ്റിൽ സുരാജിന് ഒരു വശത്തായി ഹരി ഇരിക്കുന്നുണ്ട്. അവൻ തല പൂർണ്ണമായും താഴേക്ക് കുനിച്ചിരിക്കുകയാണ്. അവൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല. അവനൊട്ടും അനങ്ങുന്നുമില്ല. അങ്ങനെ തല കുനിച്ചിരിക്കുന്നത് കൊണ്ടാണ് താൻ ആദ്യം അവനെ കാണാതിരുന്നത് എന്ന് മനുവിന് മനസ്സിലായി. മനു ആശ്വാസത്തോടെ വീണ്ടും മുന്നിലേക്ക് നോക്കി ആക്സിലേറ്ററിൽ കാലമർത്തി. വണ്ടി മുന്നോട്ട് നീങ്ങി. വഴി ഇപ്പോഴും അപരിചിതമാണ്. ഇരുവശത്തുമുള്ള മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്നുണ്ട്. മഴ ശക്തിയായി പെയ്യുന്നു. ഈ വഴിയിലൂടെ ഇനിയും മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് മനുവിന് തോന്നി. അവൻ ഉറങ്ങുന്ന സുരാജിനെ ഉച്ചത്തിൽ വിളിച്ചു. സുരാജേ, എടാ സുരാജേ, ഒന്ന് എഴുന്നേറ്റേ. പക്ഷേ സുരാജ് അനങ്ങിയില്ല. അവൻ അഭിലാഷിനെ വിളിച്ചു. അഭിലാഷേ. പക്ഷേ അഭിലാഷും ഉണർന്നില്ല. മനു ഓരോരുത്തരെയായി വിളിച്ചു നോക്കി. ആരും അനങ്ങുന്നില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ വീണ്ടും ആ ഞരക്കം കേട്ടു. ഇത്തവണ മനു ശരിക്കും ഞെട്ടിപ്പോയി. അവൻ വേഗം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലാവരും അതേ സീറ്റുകളിൽ തന്നെ ഇരിപ്പുണ്ട്. ആരും ഉണർന്നിട്ടില്ല. മനുവിന് ചെറുതായി പേടി തോന്നാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലായില്ല. ഒട്ടും പരിചയമില്ലാത്ത ഇരുവശങ്ങളിലും കാട് പിടിച്ചു നിൽക്കുന്ന കാട്ടുവഴിയിലൂടെയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സമയവും തെറ്റി കാണിക്കുന്നു. ഫോണിലാണെങ്കിൽ റേഞ്ചുമില്ല. കൂടെയുള്ള ആരും വിളിച്ചിട്ട് ഉണരുന്നുമില്ല. കൂടാതെ ഇടയ്ക്കിടെ വണ്ടിക്കുള്ളിൽ നിന്നും ആരുടെയൊക്കെയോ ഞരക്കവും കേൾക്കുന്നു. ഒരു മനുഷ്യന് പേടി തോന്നാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? വണ്ടി എങ്ങനെയെങ്കിലും തിരിക്കണം. അവൻ റോഡിൻ്റെ വശങ്ങളിലേക്ക് നോക്കി. വണ്ടി തിരിക്കാൻ പാകത്തിൽ എവിടെയെങ്കിലും ഇടമുണ്ടോ എന്നവൻ പരതി. അപ്പോഴാണ് അവൻ അത് കേട്ടത്. വീണ്ടും ഒരു ഞരക്കം. ഇത്തവണ അത് കേട്ടത് അവൻ്റെ തൊട്ടു പിന്നിലെ സീറ്റിൽ നിന്നായിരുന്നു. മനു യാന്ത്രികമായി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പതുക്കെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. വണ്ടിക്കുള്ളിൽ അത്രയൊന്നും വെളിച്ചമില്ല. മുൻവശത്തെ ഡാഷ്ബോർഡിൽ നിന്നുള്ള ചെറിയ വെളിച്ചം മാത്രമാണ് ആകെയുള്ളത്. ആ മങ്ങിയ വെളിച്ചത്തിൽ അവൻ കണ്ട കാഴ്ച അവൻ്റെ മനസ്സിനെ മരവിപ്പിച്ചു കളഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിന് തൊട്ടുപുറകിലെ സീറ്റിലാണ് അഭിലാഷ് കിടക്കുന്നത്. അവൻ സീറ്റിലേക്ക് ചാരിക്കിടക്കുകയാണ്. പക്ഷേ അവൻ്റെ കിടപ്പിൽ ഒരു അസാധാരണത്വമുണ്ട്. മനു കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. അവൻ കാഴ്ച ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിച്ചു. അഭിലാഷിൻ്റെ വയറ് നെടുകെ പിളർന്നിരിക്കുന്നു. അതിനുള്ളിലെ കുടലുകളും മറ്റാന്തരികാവയവങ്ങളും പൂർണ്ണമായും പുറത്തേക്ക് തള്ളിക്കിടക്കുകയാണ്. ആ ഭാഗത്തു നിന്നും ഇരുണ്ട നിറത്തിൽ രക്തം താഴേക്ക് ഒഴുകുന്നു. വണ്ടിയുടെ സീറ്റിൽ അത് തളം കെട്ടി നിൽക്കുന്നു. അഭിലാഷിൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ല. അവൻ്റെ കണ്ണുകൾ പാതി തുറന്നിരിക്കുന്നു. ജീവനില്ലാത്ത ചലനമറ്റ കണ്ണുകൾ. പക്ഷേ മനുവിനെ ശരിക്കും ഭയപ്പെടുത്തിയത് അതല്ല. അഭിലാഷിൻ്റെ ശരീരത്തിന് മുകളിലായി ഒരാൾ കുനിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഹരി. ഏറ്റവും പിന്നിലെ സീറ്റിൽ തല കുനിച്ചിരുന്നിരുന്ന ഹരി ഇപ്പോൾ അഭിലാഷിൻ്റെ ശരീരത്തിന് മുകളിൽ നിൽക്കുകയാണ്. അവൻ്റെ മുഖം അഭിലാഷിൻ്റെ തുറന്ന വയറിനുള്ളിലാണ്. ഹരി ആ കുടലുകൾ കടിച്ചു വലിക്കുകയായിരുന്നു. പച്ചമാംസം കടിച്ചു കീറുന്ന ശബ്ദം വണ്ടിക്കുള്ളിൽ മുഴങ്ങി. ഇടയ്ക്ക് മാംസപേശികൾ പൊട്ടുന്ന ചെറിയ ശബ്ദവും കേട്ടു. അവൻ ആർത്തിയോടെ അത് തിന്നുകയാണ്. മനുവിൻ്റെ ശരീരം തളർന്നുപോയി. അവൻ്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ തന്നെ തറഞ്ഞു നിന്നു. അവൻ അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഹരി തൻ്റെ വായിൽ കുടുങ്ങിയ ഒരു കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് പതുക്കെ അത് ചവച്ചിറക്കി. അവൻ്റെ താടിയലുകൾ അതിവേഗത്തിൽ ചലിക്കുന്നുണ്ടായിരുന്നു. മനു തൻ്റെ വലതുകാൽ പൂർണ്ണ ശക്തിയോടെ ബ്രേക്ക് പെഡലിൽ അമർത്തി.
ടയറുകൾ റോഡിൽ ഉരസി. വലിയൊരു ശബ്ദത്തോടെ വണ്ടി നിന്നു. അതിൻ്റെ ആഘാതത്തിൽ വണ്ടിക്കുള്ളിലെ സീറ്റുകളിൽ കിടന്നിരുന്ന എല്ലാവരും മുന്നോട്ടാഞ്ഞ് താഴെ തറയിലേക്ക് മറിഞ്ഞു വീണു. 7 പേരുടെ ശരീരങ്ങൾ പല രീതിയിൽ താഴെ വീണ് കിടന്നു. ചിലരുടെ തലകൾ സീറ്റുകളിൽ ഇടിച്ചു, ചിലർ മലർന്നു വീണു. അപ്പോഴാണ് മനു ഭയാനകമായ ആ സത്യം മനസ്സിലാക്കിയത്. ആരും ഉറങ്ങുകയായിരുന്നില്ല, എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. താഴെ വീണ ശരീരങ്ങളെല്ലാം അഭിലാഷിൻ്റേതുപോലെ തന്നെ നെഞ്ചും വയറും പിളർന്ന അവസ്ഥയിലായിരുന്നു. അവരുടെ ആന്തരികാവയവങ്ങൾ പലതും പുറത്തേക്ക് വന്നിരുന്നു. ചിലരുടെ വാരിയലുകൾ പോലും പൊടിഞ്ഞ് പുറത്തേക്ക് നിന്നിരുന്നു. നിമിഷങ്ങൾക്കകം വണ്ടിയുടെ തറയിൽ രക്തമൊരു കുളം പോലെ രൂപപ്പെട്ടു. അത് ഡോറിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. മനുവിന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ഉറക്കെ നിലവിളിച്ചു. അവൻ്റെ തൊണ്ടയിൽ നിന്നും ഭയത്തിൻ്റെ ഒരലർച്ച പുറത്തേക്ക് വന്നു. കാടിൻ്റെ നിശബ്ദതയെ അത് കീറിമുറിച്ചു. ആ ശബ്ദം കേട്ടതും ഹരി കുടൽ ചവയ്ക്കുന്നത് നിർത്തി. അവൻ പതുക്കെ മനുവിന് നേരെ മുഖം തിരിച്ചു. ഹരിയുടെ മുഖം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ്റെ ചുണ്ടുകളിലും താടിയിലും മാംസകഷ്ണങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അവൻ മനുവിനെ തന്നെ ഉറ്റുനോക്കി. അവൻ്റെ മുഖത്ത് മനുഷ്യരുടേതുപോലെയുള്ള ഒരു ഭാവവുമില്ലായിരുന്നു. ഹരി തൻ്റെ വലതുകൈ പതുക്കെ ഉയർത്തി. അവൻ ചൂണ്ടുവിരൽ തൻ്റെ ചുണ്ടുകൾക്ക് കുറുകെ വെച്ചു. ശബ്ദിക്കരുത് എന്ന് അവൻ വളരെ വ്യക്തമായി ആംഗ്യം കാണിച്ചു. മനുവിൻ്റെ നിലവിളി പെട്ടെന്ന് നിന്നു. അവൻ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം അവന് തന്നെ കേൾക്കാമായിരുന്നു. ഹരി തൻ്റെ ചുണ്ടിൽ വെച്ച വിരലിലേക്ക് നോക്കി. അതിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തവും കൊഴുപ്പും അവൻ തൻ്റെ നീളമുള്ള നാക്ക് പുറത്തേക്ക് നീട്ടി നക്കിയെടുത്തു. വളരെ ആസ്വദിച്ചാണ് അവനത് ചെയ്തത്. അവൻ്റെ മുഖത്ത് ഒരു വിചിത്രമായ ചിരിയുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനുവിന് മനസ്സിലായി. അവൻ തൻ്റെ വലതുകൈ അതിവേഗത്തിൽ വണ്ടിയുടെ ഡോർ ലോക്കിലേക്ക് നീട്ടി. അവൻ ഒറ്റയടിക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. വണ്ടിയിൽ നിന്നും റോഡിലെ ടാറിലേക്ക് വീഴുന്ന ആ സെക്കൻഡിൽ മനുവിന് അത് അനുഭവപ്പെട്ടു. തൻ്റെ പുറത്ത് വലതുവശത്തായി വലിയൊരു മുറിവ് രൂപപ്പെടുന്നു. ഒരു വലിയ മൃഗത്തിൻ്റെ മൂർച്ചയുള്ള നഖങ്ങൾ ആഴ്ന്നിറങ്ങുന്നത് പോലെയുള്ള ആഴത്തിലുള്ള മുറിവ്. തൻ്റെ പുറത്തെ മാംസം കീറുന്ന അതിയായ വേദന അവൻ അറിഞ്ഞു. മനു പക്ഷെ പുറകോട്ട് നോക്കിയില്ല. അത് ഹരിയുടെ കൈകളാണ് എന്ന് അവൻ ഉറപ്പായിരുന്നു. മനു റോഡിലേക്ക് മറിഞ്ഞു വീണു. അവൻ്റെ മുട്ടുകൾ ഉരഞ്ഞു. കൈപ്പത്തികൾ ടാറിൽ ഉരഞ്ഞ് തൊലിപോയി. എങ്കിലും ഒരു നിമിഷം പോലും അവൻ അവിടെ കിടന്നില്ല. വേദന വകവയ്ക്കാതെ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ മുന്നിലെ ഇരുട്ടിലേക്ക് ഓടാൻ തുടങ്ങി. മഴ അപ്പോഴും നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. കൂരിരുട്ട്. റോഡിൻ്റെ വശങ്ങളിലെ മരങ്ങൾക്കിടയിലൂടെ അവൻ എങ്ങോട്ടോ ഓടി. കാലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ട്. എങ്കിലും അവൻ ഓട്ടം നിർത്തിയില്ല. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ്റെ പുറത്തെ മുറിവിൽ അതികഠിനമായ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അവിടുന്ന് ചൂടുള്ള രക്തം താഴേക്ക് ഒഴുകുന്നത് അവൻ അറിഞ്ഞു. അവൻ്റെ ഷർട്ട് രക്തത്തിൽ കുതിർന്നു. കുറച്ചു ദൂരം ഓടിയപ്പോൾ തന്നെ മനുവിൻ്റെ ശ്വാസം വേഗത്തിലായി. അവൻ വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ തളർന്നു. അവൻ ഓട്ടം നിർത്തി നിന്ന് ഉച്ചത്തിൽ കിതച്ചു. അവൻ ചുറ്റും നോക്കി. ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണാനില്ല. ആരും തന്നെ പിന്തുടരുന്നില്ല എന്ന് അവന് തോന്നി. മഴത്തുള്ളികൾ താഴെ പതിയുന്ന ശബ്ദം മാത്രം. മനു വളരെ പതുക്കെ പുറകോട്ട് തിരിഞ്ഞു നോക്കി. കുറേ ദൂരെയായി തൻ്റെ ട്രാവലർ കിടക്കുന്നത് അവന് കാണാമായിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ മുന്നിലേക്ക് പ്രകാശിക്കുന്നുണ്ട്. വശങ്ങളിലെ നീല നിറമുള്ള LED ലൈറ്റുകളും വണ്ടിയുടെ പിന്നിലെ ചുവന്ന ലൈറ്റുകളും ഇപ്പോഴും കത്തുന്നുണ്ട്. ആ വെളിച്ചത്തിൽ മഴ പെയ്യുന്നത് വ്യക്തമായി കാണാം. ആ പ്രകാശത്തിൽ വണ്ടിക്ക് തൊട്ടു മുന്നിലായി ഒരാൾ നിൽക്കുന്നു. അത് ഹരിയായിരുന്നു. ഹരിയുടെ നോട്ടം മനുവിന് നേരെയായിരുന്നു. അവർ തമ്മിൽ ഏകദേശം 100 മീറ്ററിലധികം ദൂരമുണ്ട്. എങ്കിലും ഹരി തന്നെയാണ് നോക്കുന്നതെന്ന് മനുവിന് മനസ്സിലായി. വണ്ടിയുടെ പ്രകാശത്തിൽ ഹരിയുടെ രൂപം ഒരു കറുത്ത നിഴൽ പോലെ കാണാമായിരുന്നു. ഹരി അവിടെ അനങ്ങാതെ നിന്നു. അവൻ കൈകൾ താഴേക്കിട്ടിരിക്കുകയാണ്. അവൻ ധരിച്ചിരുന്ന ഇളം നീല ഷർട്ടും കറുത്ത പാൻറ്റും പൂർണ്ണമായും ചുവപ്പ് നിറമായി മാറിക്കഴിഞ്ഞിരുന്നു. ആ നിൽപ്പ് കണ്ടപ്പോൾ മനു അറിയാതെ 2 ചുവടുകൾ പുറകോട്ട് വെച്ചുപോയി. അവൻ്റെ കാലുകൾ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ മനസ്സ് അവനോട് വീണ്ടും ഓടാൻ പറഞ്ഞു. പെട്ടെന്ന് ഹരി തൻ്റെ നിൽപ്പ് മാറ്റി. അവൻ മുന്നോട്ട് കുനിഞ്ഞു. തൻ്റെ 2 കൈകളും അവൻ നിലത്തുകുത്തി. 2 കാലുകളും കൈകളും നിലത്തുവെച്ച് ഒരു മൃഗത്തെ പോലെ അവൻ റോഡിൽ നിന്നു. അവൻ്റെ തല മനുവിന് നേരെ തന്നെയായിരുന്നു. അടുത്ത നിമിഷം ഹരി മുന്നോട്ട് കുതിച്ചു. ഭൂമിയിലെ ഒരു ജീവിക്കും ഒരിക്കലും സാധിക്കാത്ത വേഗതയിൽ അവൻ 4 കാലിൽ റോഡിലൂടെ മനുവിന് നേർക്ക് പാഞ്ഞെടുത്തു. അവൻ്റെ കൈകളും കാലുകളും
ടാറിൽ അതിശക്തിയായി അടിക്കുന്ന ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി. അവനൊരു വലിയ വന്യമൃഗത്തെ പോലെയാണ് വരുന്നത്. ഓരോ കുതിപ്പിലും അവൻ്റെ വേഗത കൂടിക്കൂടി വന്നു. മനുവിൻ്റെ ശരീരത്തിലെ സകല പേശികളും വലിഞ്ഞു മുറുകി. അവൻ വേഗത്തിൽ പുറകോട്ട് തിരിഞ്ഞു. അവശേഷിക്കുന്ന മുഴുവൻ കരുത്തും ഉപയോഗിച്ച് അവൻ വീണ്ടും ഓടാൻ തുടങ്ങി. ഇത്തവണ അവൻ്റെ ഓട്ടത്തിന് സാധാരണയിൽ കവിഞ്ഞ വേഗതയുണ്ടായിരുന്നു. തൻ്റെ ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമം. ലക്ഷ്യമില്ലാതെ ആ ഇരുട്ടിലൂടെ അവൻ കുതിച്ചു. പിന്നിൽ ഹരിയുടെ കാലടികൾ അടുത്തടുത്തു വരുന്നത് മനു അറിഞ്ഞു. ആ ശബ്ദം വളരെ വേഗത്തിലാണ് അടുക്കുന്നത്. തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനുവിന് ഉറപ്പായിരുന്നു. എങ്കിലും അവൻ കാലുകൾ മുന്നോട്ട് തന്നെ വെച്ചു. അവൻ്റെ കണ്ണുകൾ മുന്നിലെ ഇരുട്ടിൽ പരതി. പെട്ടെന്നൊരു കാര്യം മനുവിന് അനുഭവപ്പെട്ടു. തൻ്റെ തലയ്ക്ക് മുകളിലൂടെ എന്തോ ഒരു വലിയ വസ്തു പാഞ്ഞുപോയതുപോലെ. അവൻ്റെ തലമുടികളിലൂടെ ഒരു കാറ്റ് കടന്നുപോയി. അവൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുപോലെ ഓട്ടം നിർത്തി. അവൻ്റെ കാലുകൾ ടാറിൽ ഉരഞ്ഞു നിന്നു. അവൻ്റെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. മനു മുന്നോട്ട് നോക്കി. അവൻ്റെ മുന്നിൽ വെറും 10 അടി ദൂരത്തിൽ റോഡിന് കുറുകെ ഒരു നിഴൽ രൂപം നിൽക്കുന്നു. അത് ഹരിയാണെന്ന് തിരിച്ചറിയാൻ മനുവിന് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. മനു സ്തംഭിച്ചു നിന്നു. മുന്നോട്ട് പോകാൻ വഴിയില്ല. ഇരുവശത്തും കൊടുങ്കാടാണ്. മുന്നിൽ 10 അടി ദൂരത്തിൽ ഹരി നിൽക്കുന്നു. അവനിപ്പോൾ 4 കാലിലല്ല, സാധാരണ ഒരു മനുഷ്യനെ പോലെ 2 കാലിൽ നിവർന്നു നിൽക്കുകയാണ്. മഴത്തുള്ളികൾ അവൻ്റെ മുഖത്തെ രക്തം കഴുകി താഴേക്ക് ഒഴുക്കുന്നുണ്ടായിരുന്നു. ഹരി അവൻ്റെ തല ഒരു വശത്തേക്ക് ചെരിച്ചു വെച്ച് മനുവിനെ തന്നെ ഉറ്റുനോക്കി. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി രൂപപ്പെട്ടു. അതൊരു പ്രതികാരത്തിൻ്റെ ചിരിയാണെന്ന് മനുവിന് പെട്ടെന്ന് മനസ്സിലായി. മനുവിൻ്റെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നിലേക്ക്, 10ാം ക്ലാസ്സിലെ ആ പഴയ ഇരുണ്ട വരാന്തയിലേക്ക് പാഞ്ഞുപോയി. അന്ന് അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഇപ്പോൾ വണ്ടിയിൽ മരിച്ചു കിടക്കുന്ന 8 പേരും അവൻ്റെ കൂടെയുണ്ടായിരുന്നു. അവർക്ക് അതൊരു വലിയ തമാശയായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും പാവമായിരുന്ന ഹരിയെ അവർ നിരന്തരം റാഗ് ചെയ്തു. മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. പല ദിവസങ്ങളിലും ഉച്ചഭക്ഷണം കഴിക്കാൻ വിടാതെ അവനെ അവർ ബാത്റൂമിൽ പൂട്ടിയിട്ടു. മറ്റാരും കാണാതെ ക്ലാസിൻ്റെ മൂലയിലിരുന്ന് തേങ്ങിക്കരയുന്ന ഹരിയെ മനു അപ്പോൾ വ്യക്തമായി ഓർത്തു. ആ കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഹരിക്ക് ആളുകളെ പേടിയാവാൻ തുടങ്ങി. അവൻ ആരോടും മിണ്ടാതായി. 10ാം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസമാണ് ഹരിയെ അവർ അവസാനമായി കണ്ടത്. അതിനുശേഷം അവൻ എവിടെ പോയി എന്നോ അവൻ എന്തു സംഭവിച്ചുവെന്നോ ആരും അന്വേഷിച്ചില്ല. കാലം കഴിഞ്ഞപ്പോൾ ആ 8 പേർക്കൊപ്പം മനുവും ആ മുഖം പൂർണ്ണമായും മറന്നുപോയിരുന്നു. പക്ഷേ ഹരി ഒന്നും മറന്നിരുന്നില്ല എന്ന് മനുവിനിപ്പോൾ പൂർണ്ണ ബോധ്യമായി. അവൻ തിരികെ വന്നത് ആ പഴയ കണക്കുകൾ തീർക്കാൻ തന്നെയാണ്. വണ്ടിയിൽ നടന്നതെല്ലാം അതിൻ്റെ തുടക്കം മാത്രമായിരുന്നു. തങ്ങളെ ഒന്നിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവൻ ഈ യാത്രയുടെ ഭാഗമായത് എന്ന് മനു തിരിച്ചറിഞ്ഞു. ഹരി പതുക്കെ മനുവിന് നേരെ ഒരു ചുവട് വച്ചു. ദൂരെയുള്ള വണ്ടിയുടെ വെളിച്ചത്തിൽ ഹരിയുടെ മുഖം കണ്ട മനു വീണ്ടും പുറകോട്ട് മാറി. ഹരിയുടെ വായിൽ നിന്നും നീളമുള്ള 2 കോമ്പല്ലുകൾ പുറത്തേക്ക് വളർന്നു വരുന്നത് അവൻ കണ്ടു. അതിനൊപ്പം തന്നെ അവൻ്റെ കൈവിരലുകളിലെ നഖങ്ങൾക്കും വലുപ്പം കൂടി വരുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം മനുവിൽ തറഞ്ഞു നിന്നു. അവൻ ഓരോ ചുവടും വളരെ പതുക്കെയാണ് മുന്നോട്ട് വെച്ചത്. മനു ചുറ്റും നോക്കി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താനുള്ള വ്യഗ്രത അവനിൽ ആവേശിച്ചു. അവൻ റോഡരിയിൽ കിടന്നിരുന്ന വലിയൊരു കല്ല് 2 കൈകളും ഉപയോഗിച്ചെടുത്തു. എന്നിട്ടത് സർവശക്തിയുമെടുത്ത് ഹരിയുടെ മുഖത്തിന് നേരെ എറിഞ്ഞു. കല്ല് ഹരിയുടെ നെറ്റിയിൽ കൃത്യമായി കൊണ്ടു. വലിയൊരു ആഘാതത്തോടെ നെറ്റി പൊട്ടി. അവിടെ നിന്നും ഇരുണ്ട നിറത്തിൽ രക്തം പുറത്തേക്കൊഴുകി. പക്ഷെ ഹരിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവൻ ആ മുറിവിലൊന്ന് തൊട്ടു നോക്കുക പോലും ചെയ്തില്ല. അവൻ്റെ നടത്തത്തിൻ്റെ വേഗത അല്പം കൂടി വർദ്ധിച്ചു. മനു തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പേ ഹരി അവിടെ എത്തിയിരുന്നു. ഹരി തൻ്റെ വലതു കൈ കൊണ്ട് മനുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ആ പിടിയിൽ ഒരു അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു. ഹരി അവനെ ഒറ്റക്കൈ കൊണ്ട് അനായാസം മുകളിലേക്ക് ഉയർത്തി. മനുവിൻ്റെ കാലുകൾ നിലത്തുനിന്നും വേർപെട്ടു. അവ വായുവിൽ പിടഞ്ഞു. മനു തൻ്റെ 2 കൈകളും ഉപയോഗിച്ച് ഹരിയുടെ പിടി വിടുവിക്കാൻ ശ്രമിച്ചു. ഹരിയുടെ കൈത്തണ്ടയിലെ മാംസത്തിൽ അവൻ തൻ്റെ നഖങ്ങൾ ആഴ്ത്തി. പക്ഷേ ഹരിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. പകരം അവൻ തൻ്റെ ഇടത്തെ കൈയിലെ കൂർത്ത നഖങ്ങൾ മനുവിൻ്റെ വലത്തെ തോളിലേക്ക് ശക്തിയായി കുത്തിയിറക്കി. തൻ്റെ മാംസവും പേശികളും തുളച്ചു കയറുന്ന അതിയായ വേദന മനു അറിഞ്ഞു. അവൻ്റെ വായിൽ നിന്നും ഉച്ചത്തിലൊരു നിലവിളി പുറത്തേക്ക് വന്നു. വേദന കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നു. ഹരി അവൻ്റെ മുഖം മനുവിൻ്റെ മുഖത്തോട് ചേർത്തു. അവൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി.
പക്ഷെ അതൊരു മനുഷ്യന്റെ ശബ്ദം പോലെയായിരുന്നില്ല. വളരെ പരുക്കനായ ഒരു മൃഗത്തിൻ്റേതുപോലെയുള്ള ശബ്ദം. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞില്ലേ? എൻ്റെ സങ്കടം നിങ്ങളാരും അന്ന് കണ്ടില്ല, ഹരി പറഞ്ഞു. അവൻ്റെ മുഖത്തെ രക്തം മനുവിൻ്റെ മുഖത്തേക്ക് തെറിച്ചുകൊണ്ടിരുന്നു. ഹരി തൻ്റെ നഖങ്ങൾ മനുവിൻ്റെ തോളിൽ നിന്നും താഴേക്ക് ആഴത്തിൽ വലിച്ചു. മനുവിൻ്റെ നെഞ്ചിലെ തൊലിയും മാംസവും വലിഞ്ഞ് കീറിപ്പോയി. നെഞ്ചിലെ എല്ലുകൾ പുറത്തേക്ക് കണ്ടു. മനു വേദന കൊണ്ട് പുളഞ്ഞു. അവൻ്റെ ശരീരത്തിൽ നിന്നും ചോര താഴേക്ക് വീണുകൊണ്ടിരുന്നു. എന്നിട്ടും ഹരി അവൻ്റെ കഴുത്തിലെ പിടിവിട്ടില്ല. ഹരി വീണ്ടും തൻ്റെ ഇടത്തെ കൈ പിന്നിലേക്ക് ഉയർത്തി. അവൻ്റെ നീണ്ട നഖങ്ങൾ ഇത്തവണ മനുവിൻ്റെ വയറിന് നേരെയാണ് ലക്ഷ്യം വെച്ചത്. വളരെ വേഗത്തിൽ ആ കൈ മുന്നോട്ട് വന്നു. ആ കൂർത്ത നഖങ്ങൾ മനുവിൻ്റെ വയറ്റിലേക്ക് ആഴത്തിൽ തുളച്ചു കയറി. വലിയൊരു ഞരക്കത്തോടെ മനു അവൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഹരി തൻ്റെ കൈകൾ അവിടെ നിന്നും പുറത്തേക്ക് വലിച്ചു. അതിനൊപ്പം മനുവിൻ്റെ വയറ്റിലെ ഒരു ഭാഗം മാംസവും കുടലിൻ്റെ ചെറിയൊരു ഭാഗവും പുറത്തേക്ക് പോന്നു. മനുവിന് വേദന കൊണ്ട് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നു കഴിഞ്ഞിരുന്നു. ചോര വാർന്ന് അവൻ മരണത്തിൻ്റെ വക്കിലെത്തി. ഹരി പതുക്കെ അവൻ്റെ കഴുത്തിലെ പിടിവിട്ടു. മനു ഒരു മരത്തടി പോലെ നിലത്തേക്ക് വീണു. അവൻ്റെ കണ്ണുകൾ പാതി തുറന്നിരുന്നു. ആ കണ്ണുകളിലൂടെ അവൻ അവസാനമായി ഹരിയെ കണ്ടു. ഹരി തൻ്റെ കയ്യിലുള്ള മാംസകഷ്ണം കൂർത്ത പല്ലുകൾ കൊണ്ട് കടിച്ചു വലിക്കുകയാണ്. അവനത് ചവച്ചിറക്കി. എന്നിട്ടവൻ വീണ്ടും മനുവിന് മുകളിലേക്ക് കുനിഞ്ഞു. ഹരി തൻ്റെ ഇരു കൈകളും ഉപയോഗിച്ച് മനുവിൻ്റെ പുറത്തെ മാംസത്തിലേക്ക് നഖങ്ങൾ ആഴ്ത്തി. അവൻ അത് വളരെ എളുപ്പത്തിൽ വലിച്ചു കീറി. മനുവിൻ്റെ നട്ടെല്ല് പുറത്തേക്ക് കണ്ടു. ജീവന്റെ അവസാന കണികയും ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതിന് തൊട്ടുമുമ്പ് തൻ്റെ ശരീരത്തിലെ മാംസം ഹരി ആസ്വദിച്ചു കഴിക്കുന്ന ശബ്ദം മനു കേട്ടു. കുറച്ച് നിമിഷങ്ങൾക്കകം മനു മരണത്തിന് പൂർണ്ണമായും കീഴടങ്ങി. അവൻ്റെ ശരീരത്തിലെ ചെറിയ അനക്കങ്ങൾ പോലും നിലച്ചു. പിറ്റേന്ന് രാവിലെ മഴ മാറി വെയിൽ തെളിഞ്ഞിരുന്നു. ഇടുക്കിയിലേക്കുള്ള പ്രധാന പാതയിൽ നിന്നും ഉള്ളിലേക്ക് മാറിക്കിടക്കുന്ന ഒരു പഴയ കാട്ടുപാതയിലൂടെ ഒരു വലിയ തടിലോറി കടന്നു വന്നു. ആ വഴി സാധാരണയായി ആരും ഉപയോഗിക്കാറില്ല. അത്യാവശ്യത്തിന് തടികൾ കയറ്റാൻ പോകുന്ന ലോറികൾ മാത്രമാണ് ആ വഴി വരുന്നത്. ലോറി ഡ്രൈവർ വഴിക്ക് നടുവിലായി ഒരു വെള്ള നിറത്തിലുള്ള ഫോഴ്സ് ട്രാവലർ കിടക്കുന്നത് കണ്ടു. അതിൻ്റെ ഡ്രൈവർ സൈഡിലുള്ള ഡോർ തുറന്നു കിടക്കുകയാണ്. അയാൾ ലോറി നിർത്തി പുറത്തിറങ്ങി ട്രാവലറിനടുത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അയാളെ ഭയത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു. റോഡിൽ മുഴുവൻ ധാരാളം രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. വണ്ടിക്കുള്ളിൽ 8 പേരുടെ മൃതദേഹങ്ങൾ പല രീതിയിലായി കിടപ്പുണ്ട്. എല്ലാ മൃതദേഹങ്ങളും മൃഗീയമായി വലിച്ചു കീറപ്പെട്ട നിലയിലായിരുന്നു. അവരുടെ ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ പലതും പുറത്തേക്ക് വന്നിരുന്നു. പാതി തിന്ന നിലയിലായിരുന്നു പല ശരീരഭാഗങ്ങളും. ഡ്രൈവർ ഉടൻ തന്നെ തൻ്റെ ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസ് അവിടെ എത്തി. അവർ ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചു. വണ്ടിക്കുള്ളിൽ 8 പേരുടെ മൃതദേഹങ്ങൾ അവർ കണ്ടെടുത്തു. എല്ലാവരുടെയും ID കാർഡുകളും ഫോണുകളും വണ്ടിയിൽ നിന്ന് തന്നെ ലഭിച്ചു. പോലീസ് സംഘം വണ്ടിക്ക് പുറത്തെ റോഡിലൂടെ കുറച്ചു ദൂരം പരിശോധന നടത്തി. ഏകദേശം 100 മീറ്റർ മാറി റോഡരികിലായി അവർ 9ാമത്തെ മൃതദേഹവും കണ്ടെത്തി. മനുവിൻ്റെ മൃതദേഹമായിരുന്നു അത്. അവൻ്റെ ശരീരവും മറ്റുള്ളവരുടേതുപോലെ തന്നെ വലിച്ചു കീറപ്പെട്ടിരുന്നു. മാംസം നഷ്ടപ്പെട്ട അവൻ്റെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ഏതോ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിലാണ് 9 പേരും കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് പ്രാഥമികമായി നിഗമനം ചെയ്തു. കാടിന് നടുവിലൂടെയുള്ള ആ പഴയ വഴിയിൽ രാത്രി സമയത്ത് എന്തും സംഭവിക്കാമെന്ന് അവർ ഉറപ്പിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. വണ്ടിയും അവർ അവിടെ നിന്നും കൊണ്ടുപോയി. വൈകുന്നേരത്തോടെ ആ കാട്ടുപാത വീണ്ടും പഴയതുപോലെ നിശബ്ദമായി. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഇരുട്ട് പതുക്കെ ആ കാടിനെ മൂടി. അപ്പോഴും ആ കാടിനുള്ളിലെ ഒരു വലിയ മരങ്ങളിലൊന്നിൻ്റെ ഏറ്റവും മുകളിലായി ഒരു ഇളം നീല നിറമുള്ള ഷർട്ട് കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അതിൽ മുഴുവൻ രക്തം പറ്റിപ്പിടിച്ചിരുന്നു. അതിനു താഴെ മരത്തിൻ്റെ വലിയൊരു കൊമ്പിൽ അവൻ ഇരിപ്പുണ്ടായിരുന്നു. ഹരി. അവൻ തൻ്റെ നഖങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ മാംസകഷ്ണങ്ങൾ പല്ലുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ പുതിയ ഇരയെ തേടി ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു.